ഹരി ഓം. ദശകം 21, ശ്ലോകം 6. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. വർഷം, ഹിരണ്മയ, സമാഹ്വയം, ഔത്തരാഹം. സമാഹ്വയം ഔത്തരാഹമാണ്. ഒരുമിച്ച് വരുമ്പോഴത്തേനും ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം. അപ്പം നമ്മളവിടെ ഹിരണ്മയ സമാഹ്വയ എന്ന് നിർത്തിയേച്ച് മൗത്തരാഹം എന്ന് വായിക്കരുത്. നമ്മുടെ പുസ്തകത്തിൽ അവിടെ ഒരു കോമയൊക്കെ കൊടുത്തിട്ടാണ് മൗത്തരാഹം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാ പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ വായിക്കാൻ എളുപ്പമാണ്, വലിയക്ഷരമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോൾ ഇങ്ങനെ സമാഹ്വയ കഴിഞ്ഞിട്ടൊരു കോമ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ മൗത്തരാഹം എന്ന് വായിക്കും. അത് ചേർത്തെടുക്കണം. വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം. സമാഹ്വയം ഔത്തരാഹം അത് പിരിക്കുമ്പം സമാഹ്വയം ആ അമ്മും ഔത്തരാഹത്തിൻ്റെ ഓ എഴുതിയിട്ട് ഔ ഇല്ലേ, ഔത്തരാഹം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം. അതൊരുമിച്ചാണ് വരേണ്ടത്. അവിടെ ഒരു ശരിക്കും അത് കോമയുടെ ആവശ്യമില്ല. അത് ആ കോമ ഇല്ലാണ്ട് ആ സ്പേസും കൊടുക്കാണ്ട് മൗത്തരാഹം എന്ന് കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ കോമ കൊടുത്തിരിക്കുന്ന കാരണം എല്ലാവരും മൗത്തരാഹം എന്ന് വായിക്കും. മൗത്തരാഹം അല്ല, അത് ഔത്തരാഹമാണ്. അടുത്ത വരി. ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠ അംഗം. ആസീനമദ്രിധൃതി കർമ്മഠ കാമഠാംഗം. അതും ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കാം. അതിപ്പം അത് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം. ആസീനമദ്രി ധൃതി കർമ്മഠ കാമഠാംഗം. അതിപ്പോൾ ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠ കാമഠാംഗം. നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആരാഹം എന്ന് പറഞ്ഞ് വായിച്ചേച്ച് ആസീന എന്ന് പറഞ്ഞ് എടുത്താൽ മതി. മൂന്നാമത്തെ വരി. സംസേവതേ പിതൃഗണ പ്രവരഹ അര്യമായം. ആ വരിയിലും അവിടെ ശ്രദ്ധിക്കണം. സംസേവതേ പിതൃഗണ കഴിഞ്ഞിട്ട് പ്രവരഹ അര്യമ. പ്രവരഹ അര്യമ അതാണ് പ്രവരോ. പ്രശ്ലേഷ ചിഹ്നം ആയിക്ക് വേണ്ടിയിട്ട്. അര്യമ യം. അപ്പം നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ സംസേവതേ പിതൃഗണ പ്രവരോര്യമായം. മായം എന്നേ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനതവിടെ ഒന്ന് പോസ് ചെയ്തത് ആ യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുമിച്ച് വായിക്കുമ്പോൾ സംസേവതേ പിതൃഗണ പ്രവരോര്യമായം എന്നേ വായിച്ച് വരത്തുള്ളൂ. നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചു വരുള്ളൂ. പക്ഷേ യം മാറിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ അവിടെ ഒന്ന് പോസ് കൊടുത്തിട്ട് വായിച്ചത്. അങ്ങനെ പോസ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അത് അര്യമ ആണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രവരഹ അര്യമ യം സെപ്പറേറ്റാണ്, അത് മനസ്സിലാക്കണം. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠ കാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 5 നമ്മൾ പറഞ്ഞു ആ ഇളാവൃതത്തിൻ്റെ നേരെ വടക്കു ഭാഗത്തുള്ള രമണീയമായിട്ടുള്ള ആ വർഷം, അതായതാണ് രമ്യകം എന്നു പേരുള്ള ആ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ ശ്ലോകത്തിൽ 6-ാം ശ്ലോകത്തിൽ പറയുന്നത് ആ ഇളാവൃതത്തിൻ്റെ പറഞ്ഞ ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള രമ്യകത്തിൻ്റെ ഉത്തരപ്രദേശത്ത് എന്ന് വെച്ചാൽ രമ്യകത്തിൻ്റെയും വടക്കു ഭാഗത്തുള്ള ആ വർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഔത്തരാഹം ഹിരണ്മയ സമാഹ്വയം വർഷം ആസീനം. ഔത്തരാഹം എന്ന് പറഞ്ഞാൽ ആ വടക്കു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ
ഉത്തരപ്രദേശ്. ആ ഉത്തരാഹത്തിൽ നിന്ന് വന്നതാണ് ഉത്തരപ്രദേശം എന്നുള്ളത്. ഉത്തരം എന്നുള്ളത് ഔത്തരാഹം. അപ്പം ആ രമ്യകവർഷം ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്താണ്. ആ രമ്യകവർഷത്തിൻ്റെ തൊട്ടു വടക്ക് ഭാഗത്തുള്ള ഹിരൺമയം എന്നു പേരുള്ളതായ വർഷത്തിൽ ഉപവേശിക്കുന്നവനായിട്ട്. അപ്പോൾ ഹിരൺമയം എവിടെയാണ്? ആ രമ്യകവർഷത്തിൻ്റെ വടക്കു ഭാഗത്താണ്. അപ്പോൾ ആ ഹിരൺമയം എന്നു പേരുള്ളതായ ആ വർഷത്തിൽ ഉപവേശിക്കുന്നവനായിട്ട് അദ്രിധൃതി കർമ്മഠകാമഠാംഗം. അദ്രിധൃതി എന്ന് പറഞ്ഞാൽ മന്ദരപർവ്വതം. ആ മന്ദരപർവ്വതത്തെ അദ്രിധൃതി പൊക്കിയെടുക്കുന്നതിൽ കർമ്മഠകാമഠാംഗം സാമർഥ്യം കാട്ടിയ കർമ്മഠ അംഗം ആ കൂർമ്മ ശരീരമുള്ളവനായി. കാമഠം എന്ന് പറഞ്ഞാൽ കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമയുടെ ശരീരമുള്ളവനായിട്ട് അദ്രിധൃതി കർമ്മഠ കാമഠാംഗം ആ മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കൂർമ്മ ശരീരമുള്ളവനായിട്ട് പിതൃഗണപ്രവരഹ പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമായം സംസേവതേ തംത്വാം. ആ പിതൃഗണകൂട്ടത്തിൽ ശ്രേഷ്ഠനായ, ഇപ്പോൾ പിതൃഗണകൂട്ടത്തിൽ ശ്രേഷ്ഠനാരാണ്? അര്യമാവ്. ആ അര്യമാവ് നന്നായി സേവിക്കുന്നവനായ അങ്ങയെ. അപ്പോൾ ആ വർഷത്തിൻ്റെ പേരെന്താണ്? ഹിരൺമയം. ആ ഹിരൺമയം എന്ന ഭൂഖണ്ഡത്തിൽ ആരാണ് ഭഗവാനെ അവിടെ സേവിക്കുന്നത്? പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവാണ് അവിടെ ഭഗവാനെ സേവിക്കുന്നത്. എങ്ങനെ? ശരിക്കും കൂർമ്മ ശരീരമായിട്ടുള്ളവനായിട്ടുള്ള ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പ. അങ്ങനെ കൂർമാവതാരമായിട്ട് വന്ന ആ ഭഗവാനെയാണ്, അര്യമാവാണ് അവിടെ ആ ഹിരൺമയം എന്ന പ്രദേശത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഭഗവാനെ സേവിച്ചു പോരുന്നത്. പരചിന്മയാത്മൻ ഭഗവൻ ഭജാമി. പരചിന്മയാത്മൻ പരമാർത്ഥ ജ്ഞാനസ്വരൂപനായ അല്ലയോ ഭഗവാനെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ചിന്മയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ചിന്മയം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ജ്ഞാനസ്വരൂപമാണ്. അപ്പോൾ പരചിന്മയൻ എന്ന് പറഞ്ഞാലോ പരമാത്മാവുമാണ്, ചിന്മയനുമാണ്. സച്ചിദാനന്ദ സ്വരൂപനായി സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായിരിക്കുന്ന, അതാണ് സത്ത് ചിത്ത് ആനന്ദം. അങ്ങനെയാണ് സച്ചിദാനന്ദൻ എന്നുള്ള പേര് ഭഗവാന് വരുന്നത്. സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായിരിക്കുന്നതാണ് ഭഗവാൻ. അപ്പോൾ ആ ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള രമ്യകം എന്ന അതിൻ്റെയും വടക്കു ഭാഗത്തുള്ള ഹിരൺമയം എന്നു പേരായിട്ടുള്ള വർഷത്തിൽ പിതൃക്കളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള അര്യമാവാണ് ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ? കൂർമാവതാരത്തിലുള്ള ആ ഭഗവാനെയാണ് സേവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കൂർമാവതാരം എടുക്കുന്നത്? അമൃതെടുക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും വഴക്കുണ്ടാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ മന്ദരപർവ്വതത്തിനെ പാലാഴിയിൽ കൊണ്ടിട്ട് വാസുകിയാകുന്ന കയറുകൊണ്ട് അതിനെ കടഞ്ഞപ്പോഴോ മന്ദരപർവ്വതം അങ്ങ് താഴാൻ തുടങ്ങി. അപ്പോഴാണ് ഭഗവാൻ സമൃദ്ധമായിട്ട് ആ മന്ദരപർവ്വതത്തിനെ പൊക്കിക്കൊണ്ടുവരാനായിട്ടുള്ള സാമർഥ്യമുള്ളതായ ആ കൂർമ്മത്തിൻ്റെ ശരീരത്തോടു കൂടി പൊന്തി വരികയുണ്ടായി. അപ്പോൾ കൂർമ്മ അടിയിൽ ചെന്നിട്ട് ആ മന്ദരപർവ്വതത്തിനെ അതിനകത്തുനിന്ന് പൊക്കിയെടുത്തു. അപ്പം അവിടെയാണ് ആ പിതൃക്കളിൽ ശ്രേഷ്ഠനായ അര്യമാവുണ്ട്. ആ അര്യമാവ് ഹിരൺമയമെന്ന ഭൂഖണ്ഡത്തിൽ അങ്ങയെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ കിട്ടിയ അമൃതനെ എന്ത് ചെയ്തു ഭഗവാൻ? ആ ദേവന്മാർക്ക് തന്നെ വീതിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വിധത്തിൽ തൻ്റെ ഭക്തന്മാരെ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ചിന്മയാത്മൻ, ജ്ഞാനമാണ്. ചിന്മയം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപമാണ്. പരചിന്മയൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവുമാണ്. അങ്ങനെ ചിന്മയനുമാണ്, സച്ചിദാനന്ദ സ്വരൂപനുമായിട്ട് സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായിട്ടിരിക്കുന്ന അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ആ
ആ ഭഗവാനെ അല്ലയോ ഗുരുവായൂരപ്പ നമ്മളും ഭജിച്ചു കൊള്ളുന്നു. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ.